പിന്നെ ഉണ്ടാകാൻ വരുന്നോ ഒരു ചെറുക്കനെ ജീവൻ കൊട്ടേഷൻ മരിച്ചു അതിന് ഉത്തരവാദിത്വം പറഞ്ഞില്ല. സാറാന്നോ സാറെ വിളിക്കുന്നവരെ അറസ്റ്റ് ചെയ്തോണ്ട് സാറേ ഇവിടെ വണ്ടി വന്നോ മരിച്ചു. ഇവിടെ ഒരുത്തിനാ ചോദിക്കണം അറസ്റ്റ് ചെയ്തോണ്ടോ പിന്നെ എന്താ അറസ്റ്റ് പണി എടുക്കണ്ടവന്മാർ നേരെ സംഭവിക്കും. 27 വയസ്സുള്ള ചെറുപ്പക്കാരൻ നിൽക്കുന്നവരൊക്കെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ ഡോക്ടറിനെ അറസ്റ്റ് ചെയ്യും, ആദ്യമേ സൂപ്പറിനെ അറസ്റ്റ് ചെയ്യും. ഏത് വണ്ടി ആദ്യമേ ഇവിടുത്തെ ഡോക്ടറിനെ അറസ്റ്റ് ചെയ്യണം സാറേ, എന്നിട്ട് വേണം അവരുടെ ബന്ധുക്കളെ അറസ്റ്റ് ചെയ്യാൻ. അവനെ എന്തോ കൊടുത്തെന്ന് ചോദിച്ചപ്പോ പറയാൻ എന്തോ ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു. എന്തോ 27 വയസ്സുള്ള ഒരു പയ്യനെ അവൻ എന്തോ ചികിത്സ കൊടുത്തെന്ന് ഡോക്ടർ ഉത്തരവാദിത്തം പറയട്ടെ. ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടനം കഴിഞ്ഞു പോയി ഒരു ആന്റിവനം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ പിന്നെ ഇവനൊക്കെ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? നടന്ന ആശുപത്രിയിലോട്ട് വന്ന മനുഷ്യൻ 3 മണിക്കൂർ കൊണ്ടാണ് മോർച്ചറിയില്ല. അത് ചോദിച്ച വീട്ടുകാരനെ അറസ്റ്റ് ചെയ്തോണ്ട് വന്നു, ബന്ധുക്കളിനോട് അറസ്റ്റ് ചെയ്തോണ്ട് വന്നു. ഒന്ന് അറസ്റ്റ് ചെയ്തിട്ട് നാട്ടെ എന്താ വെള്ളരിക്കപ്പെട്ടണോ? ഇവിടെ ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ? കുറച്ച് സെക്യൂരിറ്റിമാര് വരുന്നവരെല്ലാം അടിക്കാനും തൊലിക്കാനും നിൽക്കുന്ന അല്ലാതെ ഇവിടെ ചോദിക്കാൻ പറയാനും ആരെങ്കിലും ഉണ്ടോ? ഇവിടെ സൂപ്രണ്ട് ഉണ്ടോ? നഗരസഭയുടെ ആരെങ്കിലും ഉണ്ടോ? ഇതെന്തോ ഇത്? ഇവിടെ ആരെങ്കിലും പ്രതികരിച്ച് അവനെ കള്ളക്കേസിൽപ്പെടുത്തുക, കുറച്ച് സെക്യൂരിറ്റിമാര് ഗുണ്ടായുസം കാണിക്കുക, സെക്യൂരിറ്റികളെ കൊണ്ട് കൈകാര്യം പോലീസ് വരട്ടെ. കാണണമല്ലോ. ആരത്തെ ചോദിക്കുന്നത്? 27 വയസ്സുള്ള ചെറുപ്പക്കാരെ കൊണ്ട് 4 മണിക്ക് പാമ്പ് അടിച്ചു കൊണ്ടുവരുന്നു. 4 മലയും കൂടെ കൊണ്ടുവന്നു. അടിച്ച പാമ്പിനെയും കൊണ്ടുവരുന്നു, എല്ലാത്തിനെയും കൊണ്ടുവന്നു. പിന്നെ പറയുന്നത് ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ പറയുന്നത് ചെറുക്കം മരിച്ചതാണ്. ഇവര് ചോദിക്കുന്നത് ഞങ്ങൾ ആംബുലൻസ് വിളിക്കട്ടോ, തിരുവനന്തപുരത്ത് കൊണ്ടുപോട്ടോ, ഒന്നിനും മറുപടി ഇല്ല. എടാ ഞങ്ങൾ ആരെ ചോദിക്കണം? ഞങ്ങളെ കൊച്ചു മരിച്ചത് ഞങ്ങൾ ആരെ ചോദിക്കണം? ഇവിടെ സൂപ്രണ്ട് ഉണ്ടോ? അറസ്റ്റ് ചെയ്തവരൊക്കെ അറസ്റ്റ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. പോലീസിനെ അറിയോ? എന്താ ഇവിടെ ഒരു കൊച്ചു മരിച്ചു, നടന്നു കയറി വന്നൊരു പയ്യൻ. ഈ പയ്യൻ മരിച്ച് ഇവിടെ അവന്റെ ബന്ധുക്കൾ വന്നു. ഇവിടെ ഇന്ന് SI പറഞ്ഞ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഏത് SI അറസ്റ്റ് ചെയ്തോണ്ട് നടന്നു കയറി വന്ന പയ്യനെ ഇവിടെ ചികിത്സ കൊടുക്കാനുള്ള സംവിധാനമില്ല. ഇത്രയും സംവിധാനങ്ങളില്ലേ ഇവിടെ? പാമ്പിനെ കൊണ്ടുവന്ന ഒരു ആന്റിവനം കൊടുക്കാനുള്ള സംവിധാനമില്ലയോ? ഇവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടനം മാത്രം ചെയ്യുന്നല്ലോ. ഇവിടുത്തെ സംവിധാനങ്ങളെ കുറിച്ച് ഇവിടെ ചികിത്സയില്ല, മരുന്നില്ല, ആവശ്യത്തിന് ഡോക്ടർമാരില്ല. ചെയ്യുക ചോദിക്കുന്നവനൊക്കെ കൈകാര്യം ചെയ്ത ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 27 വയസ്സുള്ള ഒരു പയ്യൻ രാവിലെ 4 മണിക്ക് നടന്നു വന്നിട്ട് 7 പോലീസ് വരും. ഇവിടെ എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ സാറേ? എന്തെങ്കിലും പറയാൻ പറ്റുമോ സാറേ? ഇവിടുത്തെ അനാസ്ഥയെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കണം. പറയുന്നത് കേൾക്കുന്നത് ഒത്തിരി കേട്ടു, ഒത്തിരി പറഞ്ഞു. എന്താണ് ഗുണ്ടാപ്പണി പോലീസിനില്ല, പോലീസിന് ഗുണ്ടാപ്പണി ഇല്ല കേട്ടോ. കുറച്ച് ഞങ്ങൾ പറഞ്ഞു കുറവുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് വെളുപ്പം കലാപം പറഞ്ഞ് അത് ക്രിട്ടിക്കൽ സ്റ്റേജ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് ഉണ്ടാകും. ഞങ്ങൾ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ആംബുലൻസ് ഒക്കെ വിളിക്കാൻ അവർ കുറച്ച് ശ്രമിക്കും. വേറെ ഒരു ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് വന്നപ്പോൾ പിന്നെ പറഞ്ഞ് അത് പിന്നെ വെന്റിലേറ്ററില്ല, ഓക്സിജൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്ത് വേണമെന്ന് 2-3 പേർ ചോദിച്ചു. അന്നേരം പറഞ്ഞ് ഇപ്പം ക്രിട്ടിക്കൽ സ്റ്റേജ് അതുകൊണ്ട് പിന്നെ ഇപ്പോൾ കൊണ്ടുവരാക്കത്തില്ല. കൊണ്ടുവന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ആൾ പോയിരിക്കും. ഇതാണ് കാരണം. എനിക്ക് അന്നേരം ഞങ്ങൾ തുടങ്ങി കൊണ്ടുപോകാനായിരുന്നു. അന്നേരം കൊണ്ടുവരുന്ന രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. ഇവരോട് ചോദിക്കുമ്പോൾ എന്തുവായിരുന്നു പറയുന്നത്? ചോദിക്കുമ്പോൾ അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് സുഖമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ വെളുപ്പം വന്ന് ക്രിട്ടിക്കലാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ആംബുലൻസ് വിളിച്ച് എല്ലാം പറഞ്ഞു. ആംബുലൻസ് അത് കൊണ്ടുപോകാന്നെല്ലാം പറഞ്ഞു. പിന്നെ ആ ക്രിട്ടിക്കൽ കൊണ്ടുപോകത്തില്ല കാര്യം ആ സ്റ്റേ ഇതാണ്. പിന്നെ ഞങ്ങൾ
എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ 27 വയസ്സുള്ള ചെറുപ്പക്കാരനെ പാമ്പ് കടിച്ച് അവനെ 2 വീലറിലാണ് കൊണ്ടുവന്നത്, ബൈക്കിൽ കൊണ്ടുവന്ന് നടന്നു കയറിയ പയ്യനാ. ആ കടിച്ച പാമ്പിനെയും കൊണ്ടുവന്ന് ആന്റീവനെ ഇവിടെ ഇല്ലെങ്കിൽ ഉള്ളിടത്തോട്ട് അവർ പ്രിഫർ ചെയ്യണം, ഫസ്റ്റ് എയ്ഡ് കൊടുത്ത്. ഏതാനും നിമിഷം കഴിഞ്ഞ് ആ ചെറുക്കൻ മരിച്ചു പോയെന്ന് അവർ പറയുന്നത്. നിമിഷമല്ല, മണിക്കൂറുകൾ കഴിഞ്ഞു. പറയട്ടെ, എന്താ പറ്റിയെന്ന് ആൾക്കാർ മനസ്സിലാക്കട്ടെ, പ്രശ്നം തീരണ്ടേ. പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലത്തെ തുടർന്ന് BJP പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ള ഇതുവരെ ഒരു അധികാരികൾ മരണപ്പെടുന്നു. ആരുമില്ല, പോലീസ് വന്നിട്ട് 1.5 മണിക്കൂറായി, ഞങ്ങൾ വന്നിട്ട് 2.5 മണിക്കൂറായി, ഒരാൾ പോലും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആരോട് ചോദിക്കാൻ? ഇവർക്കൊരു തോന്നലുണ്ട് ഇവിടെ ചോദിക്കാനും പറയാൻ ആളില്ലെന്ന്. അത് അവരുടെ തോന്നലാണ്. സാധാരണക്കാരന്റെ ശമ്പളം മേടിച്ച് ജീവിക്കുമാര്. അത് തന്നെ സാർ, ഇത് സംഭവിച്ച വലിയ അനാസ്ഥയാണ്. 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ സാറേ മരിച്ചത്. മാത്രമാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഒരു ചെറുപ്പക്കാരൻ 2 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയുടെ അച്ഛനാ മരിച്ചത്. സാറേ 27 വയസ്സുള്ള സാറിന് ആലോചിച്ചു, ഈ പോലീസിനെ നിസ്സാരവൽക്കരിക്കാതെ സാറേ. 27 വയസ്സ് നടന്നാ സാറേ വന്നത്. 3 മണിക്കൂർ കഴിഞ്ഞ് പയ്യൻ മോർച്ചറിയിലാണെന്നാ പറയുന്നത്. ഒരു സമയത്ത് ഞങ്ങൾ ഇത് ജില്ലാ ആശുപത്രി ആക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. ഇതൊരു പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ നിലവാരത്തിലെങ്കിലും ഉയർത്തണമെന്ന് ഞങ്ങൾ ഇത് പറയുന്നത്. മാത്രം മാറ്റുകയാണ്. ഒരു സമയത്ത് ഞങ്ങൾ പറഞ്ഞതാണ് ജില്ലാ ആശുപത്രി ആക്കണമെന്ന്. ഒരാളൊരു അപകടം പറ്റി രാത്രി ഡോക്ടർമാരില്ല, മരുന്നില്ല, വെളിയിൽ നിന്ന് മേടിച്ചോണ്ട് കൊടുക്കണം സിറിഞ്ച്. നശിപ്പിച്ച് നാരായണക്കല്ല് അടുപ്പിച്ച് സ്വകാര്യ ആശുപത്രിക്ക് വേണ്ടിയാണ് സാറേ ഇത് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് അറിയാം. ഇവിടെ ചില ആശുപത്രികളുണ്ട്, ഇവിടെ ചികിത്സ കൊടുക്കത്തില്ല. അങ്ങോട്ട് ചിന്തിക്കണം. ഡോക്ടർ അഞ്ജു, ഡോക്ടർ സന്തോഷം ഡോക്ടർ അഞ്ജുവിനെ ഡോക്ടർ സന്തോഷം ബന്ധപ്പെടാം. എന്താ സംഭവിച്ചു സാർ തിരക്കണം. അല്ലെ ഞങ്ങൾ അങ്ങോട്ട് കയറി ഓണം ഉണ്ണാൻ ഞങ്ങൾ അങ്ങോട്ട് അവരുടെ കൂടെ. ഇത്ര ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റ് ഇരിക്കുന്ന സൂപ്രണ്ട് അവിടെ പോയി. ഞങ്ങൾ കൊടുക്കുന്ന നികുതിയിൽ നിന്ന് ശമ്പളം അയാൾ മേടിക്കുന്നുണ്ട്. സാർ ഒരു കാര്യം പുതുതായിട്ട് വന്ന ചെയ്യാണല്ലോ, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. ഇവിടെ ഒരു സാധാരണക്കാരൻ വന്ന് സാറേ ഒരു പരാതി പറഞ്ഞാൽ ഇവിടെ കുറച്ച് സെക്യൂരിറ്റിമാരുണ്ട്, അല്ലെങ്കിൽ പോലീസ് വരും. പരാതിക്കാരനെ അറസ്റ്റ് ചെയ്യുക, പരാതിക്കാരനെ കേസെടുക്കുക, സെക്യൂരിറ്റിക്കാർ ബാക്കിൽ കൊണ്ടുപോയി ഇടിക്കുക. അതുകൊണ്ട് ഇവിടെ പരാതി പറയാൻ ആളില്ല. ഒരു പ്രശ്നം ഉണ്ടായി, ഇവിടെ ഒരു പരാതി പറയാനൊക്കത്തില്ല. ഒരക്ഷരം ഇന്ത്യ നമ്മളെ കഴിഞ്ഞ ഒരു എക്സ്റേ ഇല്ലാത്ത വിഷയം വലിച്ചേച്ച് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതെന്തോ ആർക്കും ആര് ശബ്ദം ഉയർത്തേണ്ടത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. സാറേ ഈ തർക്കം ഉണ്ടാക്കുന്ന ഇവിടുത്തെ അധികൃതരാണ്. ഓരോരുത്തരും കൊടുക്കുന്ന നികുതിയിൽ നിന്നാണ് ഇവന്മാർ ശമ്പളം മേടിക്കുന്നത്. എന്ത് പറ്റിയെന്ന് ഇവന്മാർ പറയാൻ ഇവന്മാർ തയ്യാറാവണം. വീണ്ടും വീണ്ടും പ്രകോപിപ്പിക്കുക. ഞങ്ങൾ 11 ഇതുവരെ ആരും തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഡോക്ടർ എന്താണ് ചാർജ്? സൂപ്രണ്ടുണ്ടോ ഡോക്ടർ ഇവിടെ? ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു മേഡം. ഇല്ലല്ലോ. 4 മണിക്കൂർ ചെറുപ്പക്കാരൻ ഇവിടെ നടന്നു വരുന്നു, കടിച്ച പാമ്പിനെ കൊണ്ട്. പാമ്പ് കടിയേറ്റ് നടന്നു വരുന്നു. 3 മണിക്കൂറിന് ശേഷം അധികൃതർ പറയുന്നു ആ പയ്യൻ മരിച്ചു പോകുന്നു, മോർച്ചറിയിലാണ് പിന്നെ കാണുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ഞങ്ങൾക്ക് 27 വയസ്സേ ആ ചെറുപ്പക്കാരനുള്ളൂ. ഒരു കൊച്ചുണ്ട്, 1.5 വയസ്സുള്ള ഒരു കൊച്ചുണ്ട്. ഒരു ജീവൻ പൊലിച്ച സംഭവം ഇവിടെ സ്ഥിര സംഭവം. ഇത് സെക്യൂരിറ്റി ഒന്നും നടക്കത്തില്ല. ഇതൊരു ഇരയെ കൊണ്ടിട്ടേക്ക് അവര് ഒരു അധികാരികൾ വരാതെ ഡ്യൂട്ടി ചെയ്ത ഡോക്ടറെ കൊണ്ടിട്ട് എന്താ പറയാ, മറുപടി പറയാൻ എന്താ പറയാ? ശരി മാഡം പറയും കാര്യം ബോധ്യമാണ് മാഡം. ഓക്കെ, ഞാൻ പറയട്ടെ. കാര്യം ആള് ഇവിടെ കാഷ്വാലിറ്റിയിൽ എത്തിയിരിക്കുന്നത് 4:50-നാണ്. ആള് വന്ന സമയത്ത് കടിച്ചത് ക്രേറ്റ് എന്ന് പറയുന്നത്. ക്രേറ്റ് അറിയാലോ, നമ്മുടെ ഞരമ്പിനെ ഇതൊക്കെ ബാധിക്കുന്നു, തലച്ചോറിനെ ബാധിക്കുന്നു, വളരെ പെട്ടെന്ന് ബാധിക്കുന്നു. അങ്ങനത്തെ ഒരു പാമ്പാണ് കടിച്ചിരിക്കുന്നത്. വന്നപ്പോൾ തന്നെ ആൾക്ക് അതിൻ്റെ എൻവയൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ആൾ കണ്ണടഞ്ഞ് പോവുക, ഓൾറെഡി റെക്കോർഡ്സിലെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ആളുടെ അപ്പം തന്നെ ഐസിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രതിരോധ മരുന്നുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഈ ഞരമ്പിനെ അത് കുറയ്ക്കാനുള്ള നിയോസിറ്റിൻ എന്ന് പറഞ്ഞ മരുന്ന് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ASV എന്ന് പറയുന്നത് മറ്റേ ആൻറ്റി സ്നേക്ക് മരുന്നും അതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. 10 വേളയിൽ സ്റ്റാർട്ട് ചെയ്യാം. പേഷ്യൻ്റെ അടുത്ത് ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്ത് ആ സമയത്ത് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ കൺസെൻ്റ് എടുത്തിട്ട് തന്നെയാണ് മരുന്ന് സ്റ്റാർട്ട് ചെയ്തത്. ആ പേഷ്യൻറ്റിനെ അപ്പം തന്നെ റെഫർ ചെയ്യുവാണെങ്കിൽ ആൾ ഓൺ ദ വേ ആൾ മനസ്സിലായില്ലേ, അത്രയും ടോക്സിറ്റി ആയിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കൊടുക്കാനുള്ള മരുന്ന് എന്ന് പറയുന്നത് ആൻറ്റി സ്നേക്ക് മരുന്ന്. ഇപ്പോൾ ഇവിടെയാണെങ്കിലും മെഡിക്കോളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ മരുന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അത് നമ്മൾ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തു. കാര്യം ആ മരുന്ന് ഇട്ടുകൊണ്ട് ആംബുലൻസ് വിടാൻ പറ്റില്ല. കാര്യം ആ മരുന്നെന്ന് പറയുന്നത്
ഡബിൾ എക്സ്പ്ലോഡ് എന്ന് പറയും. ശരിക്കും റിയാക്ഷൻ വരുന്നതാണ്. ആ സമയത്ത് തന്നെ പേഷ്യൻ്റ് BP വരും, സിവിയറായിട്ട് അലർജി വരാം. അപ്പോൾ അതുകൊണ്ട് മോണിറ്റർ ചെയ്തിട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഡോക്ടർ കൂടെ നിന്ന് മരണം സംഭവിച്ച സമയം മരണം സംഭവിച്ചത് 5 മണിക്ക് 4 മണിക്ക് ആന്റിവനം കൊടുത്തതിന് ശേഷം പറയട്ടെ, ആന്റിവനം കൊടുത്തതിന് ശേഷം ബന്ധുക്കളോട് ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന്. അപ്പൊ മാഡം 4 മണിക്ക് പേഷ്യന്റ് വന്നു. ആന്റിവനം കൊടുത്തതിന് ശേഷം ഡോക്ടർ ബന്ധുക്കളോട് നേരിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല. ആന്റിവനം എത്ര നേരം വേണം? ആന്റിവനം കൊടുത്ത് എത്ര നേരം വേണം? അറിവിൽ പറയുന്നതല്ല, ഇത് സ്വയം പറഞ്ഞ് പഠിപ്പിച്ച് മേടത്തിട്ട് ഇതിങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടേക്കാണ്. അല്ലാതെ ഒന്നുമില്ല. ഇവിടെ തീരുന്ന വിഷയമല്ല. മേഡം സൂപ്രണ്ട് ഒരു സ്ഥാപനമാകുമ്പോൾ ഇത്രയും വലിയ സ്ഥാപനമാണ് സൂപ്രണ്ട് വേണ്ട. അയാൾ കൃത്യമായി ശമ്പളം വാങ്ങുന്ന പറയട്ടെ, ഇത്രയും കൃത്യമായി ശമ്പളം വാങ്ങുന്ന സൂപ്രണ്ട് എന്ത്? ഞാനൊരു 4-5 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. സൂപ്രണ്ടിനെ കണ്ടിട്ടേ ഇല്ല, എല്ലാ ദിവസവും ലീവാണ്. 11 മണിക്ക് ഞാൻ ചിന്തിക്കുന്ന ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 11 മണിക്ക് ശേഷമായിരിക്കും അയാൾ അവിടെ ലീവ് രജിസ്റ്റർ കൈകാര്യം ചെയ്തത്. കാരണം ഓൺ ഡ്യൂട്ടിയിലായിരിക്കും അയാൾ ചെയ്യുന്നത്. പാരസ്റ്റമോൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ഒറ്റ വയലിൽ കൊടുക്കുന്നതല്ല, നമ്മൾ ട്രിപ്പ് ഇഞ്ചക്ഷൻ ആയിട്ട് 1.5 മണിക്കൂർ ആയിക്കോട്ടെ ഡോക്ടറെ, ഇഞ്ചക്ഷൻ ആണ്. ആയിക്കോട്ടെ, മരണപ്പെടുന്ന 4 മണിക്കൂർ ശേഷം അല്ലെങ്കിൽ 3 മണിക്കൂർ ശേഷം ഈ 4 മണിക്ക് വന്ന് പാമ്പെടുത്ത് വന്നാൽ 7 മണി വരെ അത് ആശുപത്രി പിഴവല്ല. അത് ഈ മരുന്ന് കൊടുത്ത് ഇത്ര 3 മണിക്കൂർ വേണമെന്ന് മാഡം മാഡം കൈപ്പടൽ എഴുതരോ? മാഡത്തിന്റെ 3 മണിക്കൂർ വേണമെന്ന് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു തരുമോ? കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ബന്ധുവാണ് കൊണ്ടുവന്ന ആളാണ് ഡോക്ടർ പറഞ്ഞു. കണ്ണടങ്ങി വന്നെന്ന് പറഞ്ഞു. പുള്ളി വന്നു, ബൈക്കിൽ ഇറങ്ങി നടന്നാണ് കയറുന്നത്. അതിനുശേഷം ആന്റിവനം എടുത്തിട്ട് 1 മണിക്കൂറിന് ശേഷം ഡോക്ടർ അവരുടെ ബന്ധുക്കളോട് പറഞ്ഞു കുഴപ്പമില്ലെന്ന്. എനിക്ക് 1.5 മണിക്കൂറിന് ശേഷം ബന്ധുക്കൾ പറഞ്ഞു ഇവിടെ പറ്റത്തിന് റെഫർ ചെയ്യാൻ പറഞ്ഞു. വീണ്ടും 1.5 മണിക്കൂർ ഒരു 27 വയസ്സുകാരന് ജീവനിട്ടാണ് ആ സമയത്ത് ഡ്യൂട്ടി ഡോക്ടർമാരൊക്കെ പറയും. പേര് പറയും, ഡോക്ടർ പേര് പറയും. ഇവിടെ ഉണ്ടല്ലോ ഈ ഡോക്ടർ എന്താ മാഡം എന്തിന് മറച്ചു വെക്കുന്നു? എന്തിന് മാഡം മറച്ചു വെക്കുന്നു? ആ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ ആരൊക്കെ പറയൂ? ഡോക്ടർ അഞ്ജു ആണ് ഡ്യൂട്ടി ഉള്ളത്. മാത്രം വേറെ ഡോക്ടർ സന്തോഷം ഉണ്ടായിരുന്നോ? ഡോക്ടർ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ അപ്പൊ ഡോക്ടർ അഞ്ജുവിന്റെയും സന്തോഷിന്റെയും അനാസ്ഥ കൊണ്ടാണ് ഡോക്ടറിനെ അവർ പറഞ്ഞ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറിനെ പറ്റി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. കാരണം ഡോക്ടർ പറഞ്ഞു കണ്ണടച്ച് പേഷ്യന്റ് ആകെ പ്രശ്നമായിട്ടാവുന്നത്. അല്ല, അയാൾ നടന്നു കയറുമായിരുന്നു ഹോസ്പിറ്റലിലേക്ക്. രണ്ടാമത് ആന്റിവനം കൊടുത്തതിന് ശേഷം 1.5 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു.